പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ മധുരക്കറിയായ പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. കാരണം മധുരം ഉള്ളതുകൊണ്ട് വളരെ ടേസ്റ്റുമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ഒരു പൈനാപ്പിൾ എടുത്ത് വച്ചിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇവിടെ ഞങ്ങളുടെ കൊച്ചുമോന് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കും, ഇടയ്ക്കിടയ്ക്ക് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഓർത്ത് ഓണത്തിന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിടുന്ന വിഭവങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണണം, അതുണ്ടാക്കി നോക്കണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണം. പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിടണം. പിന്നെ അത് കുക്കറിൽ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിങ്ങനെ അല്ലാതെ വേവിക്കും കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞു. അതിനകത്തേക്ക് ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞിടുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിൽ ആക്കാം. ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇടാം. ഇത്ര ആവശ്യമില്ല, ഞാൻ മുറിച്ചെടുക്കും. അത് വേവുമ്പോഴേക്കും ഒരു അരപ്പുണ്ടാക്കാം. ഇത് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയതുണ്ട്, അത് അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഒരു പച്ചമുളക്, ഒരു നുള്ളു ജീരകം. ഇതൊന്ന് അരഞ്ഞു കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് അരയ്ക്കണം. കടുക് അധികം അരയണ്ട, അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം ചേർക്കണ്ട. അല്ലെങ്കിൽ കടുക് പ്രത്യേകമായിട്ട് ചതച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അരയ്ക്കുവാണ്. പൈനാപ്പിളിൻ്റെ വെള്ളമെല്ലാം പറ്റി. പൈനാപ്പിൾ നമ്മളിപ്പോൾ 4 വിസിലടിച്ചിട്ട് നന്നായിട്ട് വേവുന്നില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ തവി കൊണ്ട് ഉടച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ ഇത്തിരിയും കൂടെ ചെറുതാക്കി അരിഞ്ഞാലും മതി. ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി ഈ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ഇടാം. അരപ്പ് ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിക്കണം. ഞാനൊരു 3 ടീസ്പൂൺ ഒഴിച്ചിട്ട് പുളി നോക്കിയിട്ടാണ് ഇനി ചേർക്കുന്നുള്ളൂ. അത് നമ്മളുടെ ഇതിനകത്ത് പുളിയും മധുരവും ഉപ്പും എരിവും എല്ലാം സമം ചേർന്നിട്ടുള്ള ഒരു കറിയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ്. അതായത് നമ്മൾ തൂശനിലയിൽ വിളമ്പുമ്പോൾ അത് അങ്ങനെ തന്നെ ഒഴുകിപ്പോകരുത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ പൈനാപ്പിളിൻ്റെ വെള്ളം പറ്റിച്ചിട്ട് വേണം അരപ്പ് ചേർക്കാൻ. ഇത് നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടുക് വറുത്തിടാം. ഇതിനകത്തേക്ക് നമ്മൾ മുന്തിരിങ്ങയും കൂടെ വിടും. മുന്തിരി അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല, ആ ചൂടി കിടന്ന് ആയിക്കോളും. അടിപൊളി പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. സ്വാദുള്ള പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഈ ഓണത്തിന് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.